നമുക്കേ 500 രൂപയുടെ ഭാഗ്യവാൻ ആരാന്ന് നോക്കണ്ടേ. എൻ്റെ ആദ്യത്തെ കമൻറ്ററേ ഹനീഷ് ജോൺ എന്ന് പറഞ്ഞ ആളായിരുന്നേ. അതിന് ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ കൂടുതൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് മൻസൂർ കൊച്ചി എന്ന് പറഞ്ഞ ആളാണേ. അപ്പോൾ പേഴ്സണലി നറുക്കെടുക്കുമ്പോൾ ആർക്ക് കിട്ടണമെന്ന് ചോദിച്ചാൽ അവരിൽ ആർക്കെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് അതിലാദ്യം കമൻറ്റ് ചെയ്ത ആളെയും അല്ലെങ്കിൽ കൂടുതൽ കമൻറ്റ് ചെയ്ത ആളെ അവരൊക്കെയാണല്ലോ നമുക്ക് പ്രോത്സാഹനം, നെക്സ്റ്റ് വീഡിയോ ഇടണം എന്നുള്ളൊരു പ്രോത്സാഹനം തോന്നുന്നുണ്ട്. ആ കമൻസിലൊക്കെ കാണുന്ന ഇതാണല്ലോ നമ്മളൊരു ഇൻസ്പിറേഷൻ. എന്തായാലും ഞാൻ ഇതൊക്കെ എഴുതി മടക്കി കുഞ്ഞിനെ കൊണ്ട് കിട്ടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആർക്കാണ് കിട്ടിയിരുന്നത്. എടാ ഇത് തുറന്ന് നീന്ന് പറഞ്ഞു കൊടുത്തേരാ. അത് തുറന്ന് പറഞ്ഞു കൊടുത്തേരേന്ന് എടുത്തേറന്ന് പറഞ്ഞേരാ. അത് തുറക്ക, നീ കുപ്പി തുറക്കുക എന്നിട്ട് അതേന്ന് പറഞ്ഞു കൊടുക്ക. പറഞ്ഞു കൊടുക്ക. തുറന്നേ തുറന്ന് നമ്മളെ 500 രൂപയുടെ വീഡിയോ കിട്ടണം. അതിന് താഴെ കമൻറ്റ് ചെയ്തൊക്കെ ആളുടെക്കാണ് കിട്ടിയേക്കുന്നത്. ഒരു ജെന്ന എലിസബത്ത് എന്നാണ് ഐ ഡി കാണണ്ടേ. അപ്പോൾ നമുക്കതിന് തിരിച്ച് റിപ്ലൈ കൊടുത്ത് നോക്കാം. കിട്ടിയില്ല, ആൾ തിരിച്ച് റിപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വീണ്ടും ഒരു നറുക്കെടുപ്പും കൂടി ചെയ്യാം. ആളുടെ ഐ ഡിക്ക് താഴെ നമുക്ക് റിപ്ലൈ ഇട്ട് നോക്കാം. ആൾ തിരിച്ച് റിപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കാം. പ്രധാനമായിട്ടേ നമുക്ക് ആർക്കെങ്കിലും ഇനി ക്യാഷ് ഇല്ലെങ്കിലോ അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. അപ്പോൾ ആൾ ലോട്ടറി എടുക്കുന്നതും അടിച്ചു എന്നുള്ള ഒരു കമൻറ്റാണല്ലോ താഴെ രേഖപ്പെടുത്തൽ. അപ്പോൾ തീർച്ചയായിട്ടും ആൾ നമ്മൾ ഈ 500 രൂപ വെച്ച് ഒരു ബമ്പർ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാനേ ആദ്യത്തെ വീഡിയോയിൽ ഒരു കമൻറ്റർ എൻ്റെ കമ്പിക്കറക്ക് എഡിറ്റ് ചെയ്യുകയായിരുന്നു ഇതിന് മുമ്പെന്നുള്ളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു നെഗറ്റീവ് കമൻറ്റായിട്ട് തോന്നി. അപ്പം ഞാൻ ആളെ ഹൈഡ് ചെയ്യും, അയാൾ എടുത്തൂല. അപ്പം ഇപ്പോഴൊക്കെ ആണെങ്കിൽ ആളെയും കൂടി സെലക്ട് ചെയ്തേനെ. കാരണം ഇതൊരു സോഷ്യൽ മീഡിയ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സ്ഥലമാണല്ലോ.